നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞങ്ങളെ കണ്ടതുകൊണ്ടാണ് അമ്മ പോകുന്നേ. നിങ്ങളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നൊന്നും അല്ലല്ലോ പേടിച്ചോടി പോവാനായിട്ട്. നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? നിന്റെ ഭാര്യ അടക്കം എല്ലാവരും ഇവിടെ എന്നോട് അനുപമയ്ക്ക് വേണ്ടി വാദിക്കുക. വാദിച്ചതൊന്നും അല്ല സത്യ, അപേക്ഷിച്ചതാ. സുശീല വിചാരിച്ചാൽ ഇപ്പോ ഒരു കുടുംബം തല്ലി പിരിയാതിരിക്കും, അത്രേ ഉള്ളൂ. ആ, ഞങ്ങൾക്കും അമ്മയോട് അത് തന്നെ പറയാനുള്ളത്. ഇന്ദിരേട്ടൻ എന്തായാലും നാളെ എത്തും. എന്നെ വിളിച്ചിരുന്നു. ഇവിടെ നടന്നതൊക്കെ നീ അവനോട് പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ല. അമ്മ പറഞ്ഞോ? അവൻ പോയ പിന്നെ ഞാൻ അവനെയും വിളിച്ചിട്ടില്ല, അവൻ എന്നെയും വിളിച്ചിട്ടില്ല. അവന്റെ ഭാര്യ എന്തായാലും അവനെ അറിയിക്കാതിരിക്കില്ലല്ലോ. എന്നെ അടിച്ചു എന്ന് പറയാനുള്ള ധൈര്യമൊന്നും അവൾക്ക് കാണില്ല. അത് പറഞ്ഞാ ആ നിമിഷം അവളുമായിട്ടുള്ള ബന്ധം അവൻ അവസാനിപ്പിക്കും. എന്തായാലും ഇന്ദ്രൻ ഇങ്ങ് വരട്ടെ. എന്തൊക്കെയാണ് അവള് വളച്ചൊടിച്ച് പറഞ്ഞു കൊടുത്തിരിക്കുന്നതെന്ന് അറിയാലോ. അനുവേട്ടത്തി ഇന്ദിരേട്ടനെ വിളിച്ച് ഒന്നും പറഞ്ഞു കാണില്ലെന്ന എന്റെ ഒരു ഊഹം. പറയുമ്പോ തുടക്കം മുതൽ എല്ലാം പറയണമല്ലോ. ഫോണിലൂടെ അതൊക്കെ വിശദീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് അനുവേട്ടത്തി ഇന്ദിരേട്ടൻ വരാൻ കാത്തിരിക്കാവും. അവള് തുടക്കം മുതൽ ഒടുക്കം വരെ വിശദീകരിച്ച് പറയട്ടെ, എനിക്കൊരു ചുക്കുമില്ല. അവളുടെ കൈ എന്റെ മുഖത്ത് വീണു മാത്രമേ എന്റെ മോനോട് ഞാൻ പറയുള്ളൂ. അതാർക്കും ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിന് അനുവേടത്തി പോലും നിഷേധിച്ചില്ലല്ലോ അമ്മേ. ഒരാൾ തെറ്റേറ്റു പറഞ്ഞ് മാപ്പ് ചോദിച്ചാലെങ്കിലും അമ്മയ്ക്കൊന്ന് ക്ഷമിച്ചൂടെ? ക്ഷമിക്കാടാ. അനന്തമാഷിന്റെ മരുമകനായ ഇന്ദ്രൻ അയാളുടെ മുഖത്ത് ആഞ്ഞടിക്കുകയും എന്നിട്ട് മാപ്പ് പറയാൻ തയ്യാറാവുകയും ചെയ്ത അനുപമ മാപ്പ് കൊടുക്കോ? എങ്കിൽ ഞാനും അവൾക്ക് മാപ്പ് കൊടുക്കാം. എന്റെ ദൈവമേ, ഇതൊന്നും ഒരു നടക്കു തീരുന്ന ലക്ഷണമില്ല മക്കളെ. ആ, ഇനിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണുക തന്നെ. ഞാൻ പോവാ. ഭാനുവമ്മ ഒന്നും കഴിക്കുന്നില്ലേ? അത്താഴം കഴിച്ചിട്ട് പോവാം. വേണ്ട മോളെ, ഞാനേ അനുവിന് കൂട്ടുകിടക്കാൻ പോവാ. അവിടുന്ന് വല്ലതും കഴിച്ചോളാം. ഞാനൊന്നും കഴിച്ചില്ലെങ്കിൽ അവളും ഒന്നും കഴിക്കില്ല. പോട്ടെ മക്കളെ. ഞാൻ കൊണ്ടുവിടണോ? വേണ്ട സത്യ, കുറച്ചു ദൂരം നടക്കുന്നത് നല്ലതാ. പോട്ടെ.